എൻ വിജയനെ മുൻനിർത്തി കോൺഗ്രസ് നടത്തിയ കോഴയുടെ ആഴങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഏറ്റവും ഒടുവിലായി ബത്തേരി കേന്ദ്രീകരിച്ച് നടന്ന കോൺഗ്രസിൻ്റെ കോഴ IC ബാലകൃഷ്ണൻ്റെ ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫായിരുന്ന ബെന്നി കൈനിക്കൽ 15 ലക്ഷം രൂപ വാങ്ങിയ കാര്യം പറഞ്ഞത് വടക്കനാട് സ്വദേശി അനീഷ് ജോസഫാണ്. അനീഷ് ജോസഫിൻ്റെ വാക്കുകൾ, ഫോൺ സംഭാഷണങ്ങൾ, ഞങ്ങളുടെ റിപ്പോർട്ടർ KR അനൂപുമായുള്ള ഫോൺ സംഭാഷണങ്ങൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നു. ഈ വിഷയത്തിൽ ആ ഘട്ടത്തിലാണ് ടി സിദ്ദിഖ് പ്രതികരണവുമായി എത്തുന്നത്. ടി സിദ്ദിഖ് പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര അന്വേഷണമുണ്ട് എന്നുള്ളതാണ്. പോലീസ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണ റോളും പ്രതിചേർക്കപ്പെട്ട കാര്യവും ഘടകങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ആഭ്യന്തരമായൊരു വിഷയമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേർക്കാൻ ആയി ടി സിദ്ദിഖ് ശ്രമിച്ചത്. അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാറിൽ ആണ് അവിടേക്ക് അന്വേഷണത്തിനായി ഓടിയെത്തിയതത്രേ. വയനാട്ടിൽ സ്വാഭാവികമായും ട്രെയിനില്ല, കാറിലേ ഉള്ളൂ. അപ്പോൾ അത്രയേറെ ദുർബലമായ വാദങ്ങളാണ് ഇതിനെ മേക്കപ്പ് ചെയ്യാനായി ടി സിദ്ദിഖ് ഉപയോഗിച്ചതെന്നത് അടിവരയിടേണ്ട പ്രസക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലെ ദൗർബല്യം എന്നത് ഞാൻ അടിവരയിടാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും അനൂപ് KR വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുക്കുന്ന എഫേർട്ട് അടക്കം ഉള്ള കാര്യങ്ങൾ വർണ്ണിച്ച് പറയാനാണ് ടി സിദ്ദിഖ് ശ്രമിക്കുന്നത്. അപ്പോഴും വിജയൻ എന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മകനുമൊത്ത് ജീവനൊടുക്കിയ കാര്യത്തെ സംബന്ധിച്ച് ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നില്ല. വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു. IC ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞോ? എന്തൊക്കെയാണ് ടി സിദ്ദിഖ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്? നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ടി സിദ്ദിഖ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. അത് മാത്രമല്ല, കത്തിന്റെ ആധികാരികത സംബന്ധിച്ച് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ആദ്യം സംശയം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് കോൺഗ്രസ് നേതാക്കളെല്ലാം അത് ആവർത്തിച്ചു. കുടുംബത്തിനെതിരെയുള്ള ആക്ഷേപമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പറഞ്ഞത്. പിന്നീട് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് ആ വാദങ്ങൾക്ക് ശക്തിയില്ലാതായത്. തുടർന്ന് വീണ്ടും കുടുംബത്തെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് കത്തിന്റെ ആധികാരികത സംബന്ധിച്ച സംശയങ്ങൾ എന്ന് നമുക്ക് പറയാം. തീർച്ചയായും. എന്തായിരുന്നാലും ടി സിദ്ദിഖ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ അനൂപ് ക്രോഡീകരിക്കുമ്പോൾ മറ്റൊരു വിഷയം, ഈ വിഷയത്തിൽ ആദ്യം തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തെത്തിച്ചത്, പുറം ലോകത്തെ അറിയിച്ചത് കൈരളി ന്യൂസാണ്. ആത്മഹത്യാക്കുറിപ്പിൻ്റെ പകർപ്പാദ്യം പുറത്തുവിട്ടുകൊണ്ട് തന്നെ അതടക്കം മറ്റ് പല വിധത്തിലുമുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്ന കാര്യങ്ങൾ കൂടി പ്രേക്ഷകരെ നമുക്കറിയിക്കാനായി ഇന്നിപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ, അതും IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫാണ് അദ്ദേഹത്തിന് വേണ്ടി പൈസ വാങ്ങിയിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തെത്തുമ്പോൾ വിജയൻ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഹൃദയരക്തം കൊണ്ടെഴുതിയ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണോ അനൂപ്? തീർച്ചയായും. ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല. കാലങ്ങളായി കോൺഗ്രസ് ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിൽ നടത്തിയ വലിയ നിയമന അഴിമതിയുടെ, നിയമന കൊള്ളയുടെ, കോഴയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലും പുറത്തു വരുന്നത്. 2014 ബത്തേരി വടക്കനാട് സ്വദേശിയായ അനീഷ് ജോസഫ് എന്നയാൾ ആ സമയത്ത് MLA IC ബാലകൃഷ്ണന്റെ ഓഫീസിലെ സ്റ്റാഫായിരുന്ന, ഓഫീസിലെ ജോലിക്കാരനായിരുന്ന ബെന്നി കൈനിക്കൽ എന്ന വ്യക്തിക്ക് IC ബാലകൃഷ്ണന് വേണ്ടി പണം നൽകി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. അത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി സഹകരണ ബാങ്കിൽ നിയമനം നൽകാമെന്ന് അറിയിച്ചതിനെ തുടർന്നായിരുന്നു ആ പണം നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം മുമ്പ് കൈരളി ന്യൂസിനോട് വിശദവും സമഗ്രവുമായി അദ്ദേഹം താൻ തട്ടിപ്പിന് ഇരയായതിനെ കുറിച്ച് വിശദീകരിച്ചു. ബെന്നി കൈനിക്കൽ തന്റെ പക്കൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി. അതിനൊരു ഉറപ്പായി 2 ചെക്കുകൾ നൽകി. എന്നാൽ വിജയ ബാങ്കിന്റെ ചെക്കുകളാണ് നൽകിയത് എന്നും അദ്ദേഹം പറയുന്നു. 15 ലക്ഷം രൂപ ജോലി ലഭിക്കാതെ വന്നതോടുകൂടി താൻ നിരന്തരം ആവശ്യപ്പെട്ടു തുടങ്ങി പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി. പിന്നീട് ചില ഘട്ടമായി 10ഉം 15ഉം ഒക്കെ ആയിട്ട് ഒരു 2 ലക്ഷം രൂപ തിരികെ നൽകി. ബാക്കി തുക നൽകിയിട്ടില്ല. ബാക്കി തുക നൽകുന്നതിന് വേണ്ടി താൻ നിരന്തരം ഇവരെല്ലാം ബന്ധപ്പെട്ടു. എന്നാൽ അവർ കൈമലർത്തുകയാണ് ചെയ്തത്. നിഷേധാത്മകമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് 11 വർഷങ്ങൾ ഈ വിധത്തിൽ കടന്നുപോയി. ഇപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത്. ബത്തേരിയിലെ വലിയ നിയമന അഴിമതിയെ സംബന്ധിച്ച്, നിയമന കൊള്ളയെ സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ബത്തേരി വടക്കനാട് ഇല്ല. അദ്ദേഹം ഊട്ടിയിൽ ചെറിയ ബിസിനസ്സും മറ്റുമായി കഴിഞ്ഞു പോരുകയാണ്. അവിടെ നിന്നാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ പണം ഇനിയെങ്കിലും തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു. ആ പരാതിയുടെ പകർപ്പ് നമുക്ക് മറ്റൊരു വിധത്തിൽ ഇവിടെ നമുക്ക് ലഭിക്കുകയായിരുന്നു. അതിന്റെ ആധികാരികത സംബന്ധിച്ച് നമുക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു. ഏത് വിധത്തിലാണ് ഈ പരാതികൾ ഇങ്ങനെ പ്രചരിക്കുന്നതെന്ന് സംബന്ധിച്ചില്ല. ഒട്ടേറെ പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നാം നടത്തണമെന്ന് തീരുമാനിച്ചു. പിന്നീടാണ് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. വടക്കനാട്
വയനാട് അദ്ദേഹം ഇല്ലെന്ന് മനസ്സിലായി. പിന്നീട് ഊട്ടിയിൽ അദ്ദേഹം ഉണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹവുമായി സംസാരിച്ചു. സംസാരിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ സംഭവങ്ങൾ എല്ലാം വിവാദമായി ഉയർന്ന സ്ഥിതിയിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമം അവർ നടത്തുന്നുണ്ട്. എനിക്ക് നാളെ, അതായത് ഇന്ന് 11 മണിക്കകം പണം നൽകാം എന്ന് ഈ സൈനിക്കൽ ബെന്നി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാർത്ത നൽകാൻ താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളും ആ രീതിയിൽ ഒത്തുതീർപ്പ് ശ്രമം നടക്കുന്നതായുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി പണം ലഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. നാം ഇന്ന് 11 മണിക്ക് അവരെ വിളിച്ച് ചോദിച്ചു, അനീഷ് ജോസഫിനെ വിളിച്ചു ചോദിച്ചു, പണം ലഭിച്ചോ, എന്നാൽ താങ്കളെ വഞ്ചിക്കപ്പെട്ട അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട സംഭവത്തിൽ താങ്കൾക്ക് ഈ പണം തിരികെ ലഭിച്ചോ എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് 11 വർഷം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയി, ഇനി ആ പണം തിരികെ ലഭിക്കുന്ന ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. തീർച്ചയായും